നമസ്കാരം. നാളെ നമ്മുടെ രാഷ്ട്രീയ വിധി ദിനമാണ്. നമ്മളെ ആര് ഭരിക്കണം, 5 വർഷത്തേക്കെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന ദിവസമാണ്. എല്ലാവരും പോയി നമ്മളുടെ അവകാശം മറക്കാതെ ഉപയോഗപ്പെടുത്തുക. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിധി ദിനത്തിലൂടെ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിക്കാൻ സാധ്യതയുള്ള ഏതാനും നേതാക്കളെ പറ്റിയാണ്. അവർ വിജയിച്ചാൽ ഒരു പക്ഷേ അവർ കുറച്ച് നാളത്തേക്ക് തുടർന്നേക്കാം, 5 വർഷത്തേക്ക് തുടർന്നേക്കാം. പക്ഷെ അതോടുകൂടി തന്നെ തോറ്റാൽ അവർ ഇതോടുകൂടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായേക്കാം. ഇപ്പം ഞാൻ 3 പാർട്ടിയിലെ ആൾക്കാരെ കുറിച്ച് പറയാം, നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അതിൽ ആദ്യത്തെ പ്രമുഖനായ വ്യക്തി കെ മുരളീധരനാണ്. കെ മുരളീധരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കെ കരുണാകരൻ്റെ മകൻ, രാഷ്ട്രീയ കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആൾ. KPCC പ്രസിഡന്റായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു. കെ കരുണാകരൻ തൻ്റെ ചരിത്രപ്രസിദ്ധമായ മൂത്രശങ്കയ്ക്ക് പോയപ്പോൾ AK ആന്റണി പ്രഖ്യാപിച്ചിട്ടാണ് കെ മുരളീധരനെ. തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരികയും തുടർന്ന് MP ആവുകയും ചെയ്തു. അതിനുശേഷം KPCC പ്രസിഡന്റായി. KPCC പ്രസിഡന്റായിരിക്കെ അദ്ദേഹം തൻ്റെ സ്ഥാനം രാജിവെച്ച് ആന്റണിയുടെ വകുപ്പിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുകയും വടക്കാഞ്ചേരിയിൽ മത്സരിക്കുകയും ചെയ്തു. മന്ത്രിയായി മത്സരിക്കെ തോറ്റ വ്യക്തി ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം മാത്രമായിരിക്കും. ആ തോൽവി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ആഘാതമായിരുന്നു. തുടർന്ന് അദ്ദേഹം കോൺഗ്രസുമായി തെറ്റിപ്പിരിയുകയും അദ്ദേഹം കെ കരുണാകരൻ ഉണ്ടാക്കി DIC എന്ന പാർട്ടിയിലേക്ക് ചേക്കേറുകയും ചെയ്തു. DICയിൽ നിന്ന് തുടർന്ന് NCPയിലേക്ക് വരികയും NCPയുടെ പ്രസിഡന്റായിരിക്കെ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് തിരിച്ച് കോൺഗ്രസിലെ ഒരെണ്ണം മെമ്പറാക്കണമെന്ന് അപേക്ഷിച്ച് തിരിച്ചു ചെല്ലുകയും തുടർന്ന് അവിടെ എത്തിപ്പെടുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവിൽ മത്സരിച്ചു കൊണ്ടിരിക്കെ 2 തവണ അദ്ദേഹം ജയിച്ചു. അദ്ദേഹം അവിടെ വളരെയധികം സ്വീകാര്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവം, ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ക്വിറ്റർ എന്നുള്ള പേര് കേൾപ്പിക്കുന്ന പോലെ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടിക്കൊണ്ടിരുന്നു. കെ കരുണാകരൻ മാളയെ പ്രതിനിധീകരിച്ച പോലെ, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച പോലെ, KM മാണി പാലയെ പ്രതിനിധീകരിച്ച പോലെ, രമേശ് ചെന്നിത്തല ഹരിപ്പാടിനെ പ്രതിനിധീകരിക്കുന്ന പോലെ, ഇത്രയും സീനിയറായ ഒരു നേതാവ് ഒരു മണ്ഡലത്തിൽ മാത്രം നിന്ന് ആ മണ്ഡലത്തിലെ ഓരോ വ്യക്തിയെയും പരിചയം പുതുക്കിക്കൊണ്ട് തുടർച്ചയായി ജയിച്ച് രാഷ്ട്രീയത്തിൽ മുന്നേറേണ്ടതിന് പകരം കേരളത്തിലൂടെ തെക്കുവടക്ക് ഓടി നടന്ന് തൻ്റെ രാഷ്ട്രീയ ജീവൻ ആകെ താറുമാറാക്കി. അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് ജയരാജൻ മത്സരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ചാടി പുറപ്പെട്ട് വടകരയിലെത്തി. വടകരയിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. മുസ്ലിം ലീഗിന്റെ കടുത്ത സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് RSSകാർ P ജയരാജനോടുള്ള ദേഷ്യം മൂലം മുരളീധരൻ വോട്ട് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സന്ദർഭമായിരുന്നു. 19 സീറ്റിൽ ജയിച്ച കോൺഗ്രസിൽ മുരളീധരനും വടകരയിൽ നിന്ന് ജയിച്ചു കയറി. എന്നാൽ അവിടെ തന്നെ തുടർന്നാൽ മതിയായിരുന്നു. എന്നാൽ അതിൽ നിന്നില്ല. തുടർന്ന് അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ നേരെ നേമത്തേക്ക് വണ്ടി കയറി. അന്ന് മുതലാണ് അദ്ദേഹം BJPയുടെ കണ്ണിൽ കരടായത്. അദ്ദേഹത്തെ BJP സാധാരണഗതിയിൽ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറോടുകൂടി RSS വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് ധാരാളമായി ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് കുമ്മനം രാജശേഖരനെ അദ്ദേഹം പരാജയപ്പെടുത്തിയതോടുകൂടെ BJPയുടെ കണ്ണിലെ നിതാന്ത ശത്രുവായി. പിന്നെ കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യം പോലെ ഉൾപാർട്ടി പാര നല്ലോണം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് വടകരയിൽ എത്താൻ കഴിഞ്ഞു. വടകരയിലത്തെ സ്ഥാനം കളഞ്ഞില്ല. പക്ഷെ തുടർന്നുള്ള ഇതിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും BJPയിൽ ചേരുകയും ചെയ്തതോടുകൂടെ വടകരയിലെ സ്ഥാനം ഉപേക്ഷിച്ച് മുരളീധരൻ വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നു. അദ്ദേഹത്തെ ഇപ്പൊ പുതിയ കോൺട്രവേഴ്സി പ്രതാപനൊക്കെ തോൽപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അദ്ദേഹം അവിടെ 3ാം സ്ഥാനത്തായി. വടകരയിൽ നിന്ന് നേമത്തേക്ക് പോയ മുരളീധരൻ 3ാം സ്ഥാനത്തായെങ്കിൽ തൃശ്ശൂർ വീണ്ടും അദ്ദേഹം 3ാം സ്ഥാനത്തെത്തി തുടങ്ങി. പ്രധാന എതിരാളി പോലും അല്ലാത്ത പോലെ 3ാമത്തെ സ്ഥാനത്തേക്ക് എത്തുന്നത് മുരളീധരൻ ഒരു പുത്തരി അല്ലാതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കിയേക്കാം. ഇന്ന് വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. പ്രശാന്ത്, മുരളീധരൻ, ശ്രീലേഖ, ഈ 3 പേരാണ് അവിടെ മത്സരിക്കുന്നത്. ഇതിൽ ഒരു പക്ഷേ BJP തദ്ദേശ വകുപ്പ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം വോട്ട് നേടി
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം വോട്ട് നേടിയതുപോലെ ഇത്തവണയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുരളീധരനെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം ഒരിക്കലും അത് അവിടെ നിലനിൽക്കില്ല, ഇട്ടിട്ട് പോകും എന്നുള്ള പേരുദോഷം കൽപ്പിച്ചതിനാൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ ഇലക്ഷനെ ബാധിക്കാനിടയുണ്ട്. രണ്ടാമത്തെ വ്യക്തി സന്ദീപ് വാര്യറാണ്. നമുക്ക് സന്ദീപ് വാര്യരെ അറിയാം. അദ്ദേഹത്തിന്റെ തീപ്പൊരി ചർച്ചകൾ ഒരുപാട് BJPയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം അതിലെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അവിടെ നിന്ന് പാലക്കാട് ഇരിക്കാനൊരു സീറ്റ് നൽകിയില്ല തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ കോൺഗ്രസിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. കോൺഗ്രസിൽ എടുത്തു ചാടി ഇന്ന് ചാടുന്ന ആൾ ഒരു വർഷമോ 1.5 വർഷം കഴിഞ്ഞിട്ട് മറ്റ് പോകുന്ന പാർട്ടിയെ വിമർശിക്കുന്നതാണ് സാധാരണ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു രീതി. പക്ഷേ സന്ദീപ് വാര്യർ പിറ്റേ ദിവസം മുതൽ തന്നെ വിമർശനം തുടങ്ങി. തന്മൂലം പല BJPക്കാരുടെയും കണ്ണിലെ കരടായി മാറി. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സീറ്റ് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ ഒരു ലെഫ്റ്റ് ബാസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. അത് ഒരുപക്ഷെ കൊടുക്കാതിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. തൃക്കരിപ്പൂർ ഇതുവരെ EK നയനാരുടെ മണ്ഡലം, അതുപോലെ 20,000-26,000 വോട്ടത്തിന് LDF തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ എത്തി. ഒരുപക്ഷെ UDF അനുകൂല തരംഗമുണ്ടായാൽ മാന്യമായി അദ്ദേഹം തോറ്റേക്കാം. അത്തരം മാന്യമായ തോൽവികൾക്ക് കോൺഗ്രസിൽ 2ാമത് സ്ഥാനം ലഭിക്കാൻ ഉള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരിക്കും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞപ്പോൾ ആ സീറ്റ് ഷാഫി വെച്ച് നീട്ടുമെന്ന് കരുതിയിരുന്ന സന്ദീപ് വാര്യർക്ക് ഏറ്റ ആഘാതമായിരുന്നു അതിന് പകരം രമേശ് പിഷാരടി ഷാഫി കൊണ്ടുവന്നത്. അതിനാൽ അദ്ദേഹം തൃക്കരിപ്പൂരേക്ക് വണ്ടി കയറിയതാണ്. ഇത്തവണത്തെ തോൽവിയോടുകൂടെ സന്ദീപ് വാര്യരുടെ സ്ഥിതി കോൺഗ്രസിൽ കരിങ്കലിലാവാനാണ് സാധ്യത. ഇനി നമ്മൾ CPM-ലേക്ക് വരികയാണെങ്കിൽ മുതിർന്ന നേതാവായിട്ടുള്ള ശിവൻകുട്ടി സാറിനെ കുറിച്ചാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വലിയ തിരക്കേടൊന്നും കൂടാതെ ഭരിച്ചിട്ടുള്ള ആളാണ്. ഏതാനും വാക്കുപിഴകളോ എണ്ണം പറയലുകളിൽ തെറ്റുകളോ വരുത്തുന്നതിനെ നമ്മൾ ഈ അവസരത്തിൽ വലിയ കാര്യമായി കാണേണ്ടതില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം ആരോഗ്യമാണ്. നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ട്രമ്മറുകൾ, കൈകളുടെ വിറ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഒരുപക്ഷെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഇത് അദ്ദേഹത്തിന് 70-75 വയസ്സിന്റെ അടുത്തായി ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇലക്ഷൻ ആവാനാണ് സാധ്യത. ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം MLA ആയിരിക്കും. പക്ഷെ തോൽവിയിലൂടെ അദ്ദേഹം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങാനാണ് സാധ്യത. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 75 വയസ്സെന്നുള്ള കട്ട് ഓഫ് രേഖപ്പെടുത്തിയതിനാൽ തുടർന്നും അദ്ദേഹം അവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിണറായി വിജയനാണ് അടുത്ത അദ്ദേഹം. പിണറായി വിജയനെ കുറിച്ച് കേരളത്തിൽ ഒരാൾക്കും ഒരു മുഖവരുടെയും ആവശ്യമില്ല. ശക്തനായ നേതാവാണ് അദ്ദേഹം, ഒരു സംശയവുമില്ല. അദ്ദേഹം ജയിച്ച് ചീഫ് മിനിസ്റ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5 കൊല്ലം അദ്ദേഹം തന്നെ വരിക. പക്ഷെ അദ്ദേഹം MLA ആവാതിരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ധർമ്മടത്ത് അദ്ദേഹം തന്നെയേ ജയിക്കൂ. എങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാതെ വന്നാൽ അദ്ദേഹം ഒരു ഒപ്പോസിഷൻ ലീഡർ ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അദ്ദേഹം നമുക്ക് അറിയാം, അമേരിക്കയിൽ പോയി ചികിത്സയെടുക്കുന്ന അർബുദ രോഗബാധിതനാണ് അദ്ദേഹം. പ്രായം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഇവ കാര്യങ്ങളാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു സെമി റിട്ടയർമെന്റിലേക്ക് പോകാനുള്ള സകല സാധ്യതകളും നമ്മൾ ഇതോടെ കാണേണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രനാണ് അടുത്ത CPM നേതാവ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു തിരുവനന്തപുരം ജില്ലയിലത്തെ നേതാവാണ്. അദ്ദേഹം പാർട്ടി DYF-ലൂടെ കടന്നു വന്നതാണ്. 3 തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തവണ അദ്ദേഹം 16-ലെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ശബരിമല യുവതി പ്രവേശനത്തിലൊക്കെ അദ്ദേഹമായിരുന്നു നിലകൊണ്ടിരുന്നത്. ദേവസ്വം മന്ത്രിയായിരിക്കെ അമ്പലത്തിൽ പോയി കൈക്കൂപ്പിയതിന് പാർട്ടി സെൻഷർ ചെയ്യുകയും തനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്ന ഒരു ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം. അതുകൂടാതെ തന്നെ സ്വപ്ന ഇവിടെ പല ആരോപണങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായി. അദ്ദേഹത്തിന് മാസപ്പടി കേസിൽ ഉണ്ടായതായി പറയപ്പെടുന്നു. ശബരിമല കൊള്ളയിൽ അദ്ദേഹത്തിന് പങ്കുള്ളതായി അറിയപ്പെടുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു ചാൻസ് കൂടെ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി V മുരളീധരനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയതാണ്. പക്ഷേ ഇത്തവണ മത്സരം വളരെ കടുത്തതാണ്. നിങ്ങൾക്കറിയാം, BJP ശക്തമായി വരികയാണ് തലസ്ഥാന നഗരിയിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവർ ശക്തമായി മുന്നേറി. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടെ തന്നെ പരിസമാപ്തിയിലേക്ക് എത്താനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്.
BJP-യിൽ നിന്ന് അത്തരം രീതിയിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരൻ, രാജേട്ടൻ എന്നറിയപ്പെടുന്ന കുമ്മനം രാജശേഖരൻ ഒരു നിസ്വാർത്ഥ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും പറയുന്നത്. അദ്ദേഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ഒരു RS പ്രചാരകനാണ്. അദ്ദേഹം കാൻഡിഡേറ്റ് ആവുന്നത് BJP-യേക്കാൾ ഉപരി RSSന്റെ നിർബന്ധത്താലാണ്. ഇത്തവണ ആറന്മുളയിൽ വീണ മന്ത്രി വീണയ്ക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ മത്സരം. ഇത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സഭയിലുണ്ടാവും. പക്ഷെ തോൽക്കുന്ന പക്ഷം അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. അദ്ദേഹത്തിനേക്കാൾ ഉപരി RSSന്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം മത്സരിക്കുന്നത് കൂടി ഇതിൽ ചേർത്ത് വായിക്കണം. മിസോറാം ഗവർണറായിരുന്ന അദ്ദേഹം ഒരിക്കലും സ്ഥാനമാനങ്ങളുടെ പിറകെ പോയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇത്ര ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇത്തരം ആളുകൾ ജയിക്കുമോ തോൽക്കുമോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഈ 2 പേരുകൾ കൂടെ പറയാം. അത് മുൻ CPM മെമ്പേഴ്സാണ്. ഇപ്പോൾ പാർട്ടി വിട്ടു വന്ന PK ശശി, G സുധാകരൻ. PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു. അദ്ദേഹം ഈ മത്സരത്തോടു കൂടി ജയിക്കാൻ സാധ്യതയില്ല. ഒറ്റപ്പാലത്ത് ഒരു LDF ബേസ്റ്റനാണ്. ജയിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തെ നിലനിർത്തിക്കാൻ LDF സാധ്യതയില്ല. അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി ഉള്ളതാണ് ഒരു DYF പ്രവർത്തക കൊടുത്തത്. പല പ്രശ്നങ്ങളും ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആർഷോയുടെ വെല്ലുവിളി ഈ നേരത്തെ ഓർക്കേണ്ടതാണ്. G സുധാകരൻ പതിവ് പോലെ ആലപ്പുഴയിൽ സലാമിനെതിരെയും മറ്റും കഴിഞ്ഞ തവണത്തെ വിജയം തിളക്കമറ്റതാവാത്തതിന് കാരണം G സുധാകരനാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു CPM ഉൾപാർട്ടി പോരിന്റെ പേരിൽ പുറത്തു വരികയും മത്സരിക്കാൻ തീരുമാനിക്കുകയും UDF സപ്പോർട്ടോട് കൂടി മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ്. തികച്ചും അഴിമതിയില്ലാത്ത, പേരുദോഷം കേൾപ്പിക്കാത്ത മന്ത്രിയാണ് അദ്ദേഹം. ആകെയുള്ള ഒരേ ഒരു ദോഷം അദ്ദേഹത്തിന്റെ കവിതകളാണ്. എസ്പെഷ്യലി ഒസാമ ബിൻ ലാദനെ കുറിച്ചുള്ള കവിതകളൊക്കെ അസഹനീയമായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ അഴിമതിയുടെ കാലം പുരണ്ടിട്ടില്ല. ആൾക്കാർക്ക് മറ്റു കുറവുകളൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീർച്ചയായും ഒരു പോസിറ്റീവാണ്. അദ്ദേഹവും പ്രായാധിക്യം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കൈപിടിച്ചുകൊണ്ടും മറ്റും നടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. ജയിച്ചു കഴിഞ്ഞാലും അദ്ദേഹം മന്ത്രിയാവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അതിലൂടെ അദ്ദേഹം ആ മണ്ഡലം 5 വർഷത്തേക്ക് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും തോറ്റാൽ അതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു സമാപ്തിയാവാനാണ് സാധ്യത. മുന്നേ തന്നെ CPM-ൽ നിന്ന് റിട്ടയർമെന്റ് സ്വീകരിച്ച അദ്ദേഹത്തിന് അതൊരു പുതുമയുള്ള കാര്യമല്ല. എങ്കിലും തുടർന്ന് എങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വിധി എഴുതുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. നാളെ നിങ്ങളുടെ സംവിധാനാവകാശം ഭംഗിയായി വിനിയോഗിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഭരിക്കേണ്ടത് ആരാണെന്നുള്ള തീരുമാനം ഉണ്ടാവേണ്ടതാണ്. നന്ദി, നമസ്കാരം.